ഹായ് ഗായ്സ്, എൻ്റെ പേര് ആതിര. എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഡോണറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങിയ അതേ രുചി തന്നെയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന ഡോണറ്റ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഡോണറ്റ്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നല്ല വൃത്തിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു ബൗൾ എടുക്കുക. അതിനകത്ത് 3/4 സ്പൂൺ ഈസ്റ്റും പഞ്ചസാര 1.5 സ്പൂൺ എടുക്കുക. അതിനുശേഷം 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂണിൽ പറ്റിയിരിക്കുന്ന എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഇത് അടച്ച് വെക്കണം. അടപ്പ് പാത്രമോ എന്തെങ്കിലും ഫോയിൽ പേപ്പറോ എന്തോ എടുത്ത് വെച്ച് 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മാവാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവിനകത്തോട്ട് ഒഴിക്കുക. 6 പീസ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച നല്ല തണുത്ത ബട്ടറാണ്. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം രുചി കൂടും പാൽപ്പൊടി ഇടുക കേട്ടോ. അടിപൊളിയാണ് പാൽപ്പൊടി ഇടുന്നത്. 3 സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ട് കുഴയ്ക്കുക. കറക്റ്റാണ് കേട്ടോ, വെള്ളം എല്ലാം കറക്റ്റ് പാകമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാവ് എടുക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം എടുക്കുക. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് 30 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. അത് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. 30 മിനിറ്റ് മാറ്റി വെച്ചത്. പിന്നെ നമ്മൾ പീസാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ് എടുത്ത് ബട്ടർ തേച്ച് പ്ലേറ്റ് എടുക്കുക. പിന്നെ നമ്മൾ മാവ് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് വെച്ചേക്കണം. ഫോയിൽ പേപ്പറോ എന്തെങ്കിലും മൂടണം. ഇനി നമുക്കൊരു കുഞ്ഞ് അടപ്പ് എടുക്കുക കേട്ടോ. നടുക്കൊരു ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞ് അടപ്പ് വെച്ച് ഹോൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു. ഫ്രൈ ചെയ്യാൻ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവൂ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അത് കരിഞ്ഞിങ്ങി വരും. പെട്ടെന്ന് ഇത് വേവുന്നതായതുകൊണ്ട്, പെട്ടെന്ന് മുരിഞ്ഞ് വരുന്നതായതുകൊണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് മുരിക്കരുത്. ലോയിലേ ഇട്ട് മുരിക്കാവൂ. പിന്നെ ഇതിന് ബാലൻസ് വന്നില്ല ഉണ്ട, അതിട്ട് മൊത്തം ഞാൻ വറുത്തെടുക്കുവാണ് കേട്ടോ. ഇനി ഞാൻ ഡയറി മിൽക്കാണ് എടുത്തേക്കുന്നത്. മണ്ടേലത്തെ ചോക്ലേറ്റ് ബേസിൽ ആ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഡയറി മിൽക്കാണ് കേട്ടോ ഞാൻ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഡോനറ്റ് ഡയറി മിൽക്കിൽ മുക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. വൈറ്റ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്ര ഡോണറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയായിട്ടുള്ള ഡോണറ്റായിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. കുട്ടികൾക്ക് വെറുതെ എന്തിനാണ് വെളിയിൽ നിന്ന് മേടിച്ച് കാശ് കളയുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ അത്രയും രൂപ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടംപോലെ ഡോണറ്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. കണ്ടോ, ഞാൻ മുറിച്ച് കാണിക്കാം. അതിൻ്റെ ആവി പറക്കുന്നുണ്ടോ. നല്ല ചൂട് ഡോണറ്റാണ് കേട്ടോ. നല്ല പഞ്ഞി കണക്ക് സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.